കഴിഞ്ഞ വർഷം ബർത്ത്ഡേ ദിവസം അലാറം അടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഉണർന്നു. സത്യം പറഞ്ഞ പോലെ എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നിയില്ല. സങ്കടമാണെന്ന് ചോദിച്ചാൽ അതുമില്ല. ആകെപ്പാടെ ഒരുതരം ബ്ലാങ്ക് ആയ അവസ്ഥ. ഞാൻ ഫോൺ എടുത്ത് നോക്കി. മിസ് കോളുകളൊന്നുമില്ല. വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒന്നും ഒരു മെസ്സേജ് പോലും ഇല്ല. സർപ്രൈസുകളൊന്നുമില്ല. ആകെ വന്നൊരു നോട്ടിഫിക്കേഷൻ എന്താണെന്നറിയോ? ഡിയർ കസ്റ്റമർ, വി വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ ബാങ്കിൽ നിന്നുള്ള മെസ്സേജ്. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ചിരിയാണ് വന്നത്. സന്തോഷം കൊണ്ടല്ല, രാത്രി 12 മണിക്ക് എനിക്ക് വേണ്ടി കാത്തിരുന്ന ഏക മെസ്സേജ് അതായതുകൊണ്ട്. പുറത്തൊരു സാധാരണ ദിവസം തുടങ്ങിയിരിക്കുന്നു. അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള അനൗൺസ്മെന്റ്. തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലെ PSC കോച്ചിങ് സെന്ററിൽ നിന്ന് ഏതോ സാറ് ഉറക്കെ ക്ലാസ് എടുക്കുന്നു. ഞാൻ മുകളിൽ മെല്ലെ കറങ്ങുന്ന ഫാൻ നോക്കി കുറച്ചു നേരം അങ്ങനെ കിടന്നു. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ജീവിതം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ കണ്ടത് മറ്റൊന്നാണ്. എൻ്റെ അതേ ദിവസം ബർത്ത്ഡേ ഉള്ള ഒരു ഫ്രണ്ട് ഏതോ ഒരു ലക്ഷറി ഹോട്ടലിൽ 5 തട്ടുള്ള കേക്ക് മുറിക്കുന്നു. ബലൂണുകൾ, പാർട്ടി പോപ്പേഴ്സ്, ആർപ്പുവിളികൾ, പോരാത്തതിന് റീൽസിൻ്റെയും ഫോട്ടോസിൻ്റെയും ബഹളം വേറെ. ആ സ്ക്രീനിലേക്ക് നോക്കി ഞാൻ അന്നൊരു കാര്യം ആലോചിച്ചു. എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇതൊന്നും തോന്നാത്തത്? എപ്പോഴാണ് എൻ്റെ ബർത്ത്ഡേകൾ വെറും ഒരു സാധാരണ ദിവസമായി മാറിയത്? ഇത് പക്വത കൊണ്ടാണോ? പക്വത ആയതാണോ? അതോ ഒറ്റപ്പെടലാണോ? അതോ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എനിക്കറിയാത്ത എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ആ ചോദ്യം അന്ന് മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള സൈക്കോളജി ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരങ്ങൾ എന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ഇത് വെറും ഒരു ബർത്ത്ഡേയുടെ മാത്രം കഥയല്ല. നമ്മൾ സമയത്തെയും നമ്മളെ തന്നെയും എങ്ങനെ കാണുന്നു എന്നതിൻ്റെ വലിയൊരു സീക്രട്ടാണ്. വീഡിയോ അവസാനം വരെ കാണുക. ചിലപ്പോൾ നിങ്ങളെ തന്നെ ഇതിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയണം. ഏറ്റവും അവസാനമായി നിങ്ങൾ മനസ്സ് നിറഞ്ഞ് നിങ്ങളുടെ ബർത്ത്ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതെന്നാണ്? ഈ വർഷം നിങ്ങൾക്ക് വന്ന ആദ്യത്തെ മെസ്സേജ് ആരുടേതായിരുന്നു? ഏതെങ്കിലും അടുത്ത ചങ്കിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുവിൻ്റെയോ ആയിരുന്നോ? അത് നിങ്ങളുടെ ബാങ്കിൽ നിന്നായിരുന്നോ? ഡിയർ കസ്റ്റമർ, വിഷ് യു ഹാപ്പി ബർത്ത്ഡേ വരാറല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ സിം കാർഡ് പ്രൊവൈഡറുടെ മെസ്സേജ്, വെറും ഓട്ടോമേറ്റഡ് ആയ യാതൊരു ഫീലിങ്സ് ഇല്ലാത്ത മെസ്സേജുകൾ. ആ നിമിഷം നമ്മൾ ഒന്ന് തിരിച്ചറിയും. നമ്മുടെ ജന്മദിനമാണെന്ന് കരുതി ഈ ലോകം ഒരു സെക്കൻഡ് പോലും നിശ്ചലമാവുന്നില്ല, നിൽക്കുന്നില്ല. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഇതാ ഒരു കൊല്ലം കൂടി പോയിരിക്കുന്നു. പലർക്കും, പ്രത്യേകിച്ചും ഒരു 30, 35, 40 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് പിന്നെ ബർത്ത്ഡേകൾ ഒരു ആഘോഷമല്ലാതായി മാറും. പകരം അത് വെറും ഒരു ഓർമ്മപ്പെടുത്തലായി മാറും. ചിലരുടെ കാര്യം എടുത്തുണ്ടല്ലോ, ഈ സൈലന്റിന് പിന്നിൽ വേദനയുള്ള മറ്റൊരു കഥയുണ്ടാകും. അവർ ബർത്ത്ഡേ ആഘോഷിക്കാത്തത് എന്താണെന്നറിയോ? മറ്റാരും അവരെ ആഘോഷിക്കാനില്ലാത്തത് കൊണ്ട്. ഒരു പക്ഷേ ചെറുപ്പത്തിൽ ആരും അവരുടെ ജന്മദിനം ഓർത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം വലിയ ആവേശത്തിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ആരും അതിനൊരു താല്പര്യം എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വിളിച്ചിട്ട് ആരും വന്നിട്ടുണ്ടാവില്ല. ഇങ്ങനെ അടിക്കടി നിരാശകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിന് അതിനോട് പൊരുത്തപ്പെടാൻ തുടങ്ങും. സൈക്കോളജിസ്റ്റായ മാർട്ടിൻ സെലിഗ്മാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നാണ് അദ്ദേഹം ഇതിനെ വിളിക്കുന്നത്. അതായത് തുടർച്ചയായി ഉണ്ടാകുന്ന നിരാശകൾ നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിർത്താൻ നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ പതിയെ അവരുടെ ബർത്ത്ഡേകൾ നിശബ്ദമാകും. അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഇനിയും പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോഴുള്ള ആ വേദന സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവരെടുക്കുന്ന ഏറ്റവും സേഫായ വഴി എന്താണെന്നോ? ഇതൊരു സാധാരണ ദിവസം മാത്രമാണെന്ന് സ്വയം അങ്ങ് വിശ്വസിക്കുക. പിന്നെ പ്രായം അല്പം കൂടുമ്പോഴാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം സംഭവിക്കുന്നത്. നമുക്കൊരു 10 വയസ്സുള്ളപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ് അല്ലേ? ഒരു വർഷം കഴിയാൻ ഒരുപാട് സമയം വേണ്ട പോലെ തോന്നിയിരുന്നു. എന്നാൽ ഒരു 40, 45 വയസ്സാകുമ്പോഴോ ഒരു വർഷം എന്ന് പറഞ്ഞാൽ വെറും ഒരു 2-3 മാസം പോലെ കഴിഞ്ഞ പോലെ തോന്നുന്നു നമുക്ക് അല്ലേ? സൈക്കോളജിസ്റ്റിൽ ഇതിനെ പറയുന്നത് ടൈം പെർസെപ്ഷൻ എന്നാണ്. അതായത് നമ്മൾ ജീവിച്ച ആകെ കാലത്തിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമായി ഓരോ വർഷവും മാറുകയാണ്. അതുകൊണ്ട് സമയം ഭയങ്കര സ്പീഡിൽ പായുന്നതായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് പ്രായം കൂടുന്തോറും ബർത്ത്ഡേകൾ ഒരു സന്തോഷമായി തോന്നാത്തത്. പകരം അതൊരു കൗണ്ട് ഡൗൺ ആയി തുടങ്ങും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്ത് കേക്ക് വേണമെന്നല്ല, മറിച്ച് ഇത്ര പെട്ടെന്നൊരു കൊല്ലം പോയോ എന്നാണ്. ഞാൻ വിചാരിച്ചെടുത്ത് എനിക്ക് എത്താൻ പറ്റിയോ? ഇനി എത്ര കാലം എനിക്കിങ്ങനെ ആക്റ്റീവായി ഇരിക്കാൻ പറ്റും എന്നൊക്കെയാണ്. സത്യത്തിൽ ബർത്ത്ഡേകൾ ഒരു കണ്ണാടി പോലെയാണ്. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടണമെന്നില്ല. ഇനി വേറൊരു ടീമുണ്ട്. അവർക്ക് വലിയ സങ്കടങ്ങളൊന്നുമില്ല, ഡിപ്രഷനും ഇല്ല. ആകെയുള്ള പ്രശ്നം അവർ ഭയങ്കര തിരക്കാണ്, എപ്പോഴും ബിസിയാണ്. ഓഫീസിലെ ഡെഡ്ലൈന്, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, ഹോസ്പിറ്റൽ കേസ്, EMI, അതിനിടയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ വേറെ. ശ്വാസം വിടാൻ പോലും സമയമില്ലാത്ത അവസ്ഥ. മോഡേൺ സ്റ്റഡീസ് പറയുന്നത് ഈ ക്രോണിക് സ്ട്രെസ് നമ്മുടെ തലച്ചോറിലെ ഈ ഡോപ്പമിൻ ലെവലിനെ ബാധിക്കുമെന്നാണ്. അതായത് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ പോലും നമുക്ക് അത്ര എക്സൈറ്റ്മെൻറ്റ് തരാതെ വരും. അങ്ങനെ ബർത്ത്ഡേ വരും, നിങ്ങൾ ഓഫീസിൽ മെയിൽ അയക്കുന്ന തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ വല്ല മീറ്റിങ്ങിലും. അതും അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാവും. രാത്രി എപ്പോഴെങ്കിലും ഒന്ന് ഫ്രീ ആകുമ്പോഴായിരിക്കും പെട്ടെന്ന് ഓർക്കുന്നത്, ഓ ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലേ. അവരത് മറന്നുപോയതൊന്നുമല്ല, മറിച്ച് ജീവിതത്തിൻ്റെ ബളങ്ങൾക്കിടയിൽ ആ ഒരു സ്പെഷ്യൽ ദിവസത്തിന് മാത്രം കൊടുക്കാൻ അവരുടെ കയ്യിൽ നേരമില്ലാതെ പോയതാണ്. അതിന് കൂടുതൽ വിഷമമുണ്ടാക്കുന്ന കാര്യം എന്താണെന്നറിയോ?
കൂടെയുള്ളവരോ സ്വന്തം എന്ന് പറയുന്നവരോ ആരും അതൊന്നും ഓർമ്മിപ്പിച്ചിട്ട് കൂടെ ഉണ്ടാവില്ല എന്നാണ്. അനുഭവം ഉണ്ടോ? ഇനി ഇതിലൊക്കെ ഏറ്റവും രസകരമായ വേറെ ഗ്രൂപ്പുണ്ട്. അവർക്ക് അവരുടെ ബർത്ത്ഡേ ആണെന്ന് നന്നായി അറിയാം, പക്ഷെ അവർക്ക് അതിൻ്റെ പ്രത്യേകിച്ച് ആഘോഷിക്കേണ്ട ആവശ്യമില്ല, താല്പര്യമില്ല. ഇതൊരു തരം ഒറ്റപ്പെടലോ സങ്കടമോ ഒന്നുമല്ല. ഇതിനെ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കാം. സൈക്കോളജിയിലെ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി പറയുന്നത് യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ലൈക്കും കയ്യടിയും കിട്ടുന്നതല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സമാധാനവും സംതൃപ്തിയാണ് എന്നാണ്. നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ എന്നെ സ്നേഹിക്കാൻ ആളുകളുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു ദിവസമായിരുന്നു നമുക്ക് ബർത്ത്ഡേ, അല്ലേ? കുറേ പേര് വരുന്നു, നമ്മളെ സ്നേഹിക്കുന്നു, വിഷ് ചെയ്യുന്നു, ഗിഫ്റ്റുകൾ തരുന്നു. പക്ഷെ പ്രായമാകുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയും. എൻ്റെ വില അറിയാൻ കൊല്ലത്തിലൊരു ദിവസം കലണ്ടറിലെ ആ തീയതി വരുന്നവരെ എനിക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മൂല്യം തിരിച്ചറിയാൻ ആ കേക്കിന് മുകളിലെ മെഴുകുതിരി വെളിച്ചത്തിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ഘട്ടം, അതിനെയാണ് ശരിക്കുമുള്ള പക്വത എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യമുണ്ട്. ബർത്ത്ഡേയിലൊന്നും വലിയ കാര്യമില്ല, ഞാൻ ഒന്നും ആഘോഷിക്കാറില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ശരിക്കും മനസ്സിൻ്റെ സമാധാനം കൊണ്ടാണോ, അതോ വേദനിക്കാതിരിക്കാൻ നിങ്ങൾ തന്നെ തീർത്ത ഒരു മതിലാണോ? ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയൊരു വലിയ പഠനമുണ്ട്, അഡൾട്ട് ഡെവലപ്മെൻറ്റ് സ്റ്റഡി. വർഷങ്ങളോളം നീണ്ട ആ റിസർച്ചിൽ അവർ കണ്ടെത്തിയതാണ്, പണമോ പദവിയോ ഒന്നുമല്ല, നമ്മുടെ കൂടെയുള്ള ആഴത്തിലുള്ള ബന്ധങ്ങളാണ് ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ബർത്ത്ഡേ നിങ്ങൾക്കൊരു ഭാരമായിട്ടാണ് തോന്നുന്നതെങ്കിൽ പ്രശ്നം നിങ്ങളുടെ പ്രായമല്ല, മറിച്ച് നിങ്ങളുടെ കൂടെ യഥാർത്ഥ ബന്ധമുള്ള ആളുകൾ ഇല്ലാത്തതാണ്. യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഒരു തെളിച്ച് നൽകുന്ന ഒന്നാണ്. എന്നാൽ സങ്കടം വരാതിരിക്കാൻ നമ്മൾ കാണിക്കുന്ന ഈ ഒരു അവഗണനയുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിനെ അങ്ങ് മരവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ബർത്ത്ഡേ എന്ന് പറയുന്നത് എപ്പോഴും ബഹളം വെച്ച് ആഘോഷിക്കാനുള്ള ഒന്നാകണമെന്നില്ല. അന്ന് സ്വയം വിലയിരുത്താനുള്ള സമയമായിക്കൂടെ? ഇനി മുതൽ ആരൊക്കെ എനിക്ക് വേണ്ടി സ്റ്റാറ്റസ് ഇട്ടു എന്ന് നോക്കുന്നതിന് പകരം നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം, ഈ ഒരു കൊല്ലം കൊണ്ട് ഞാൻ എവിടെ എത്തി, എന്ത് നേടി, ഏതൊക്കെ പ്രതിസന്ധികളെയാണ് ഞാൻ തോൽപ്പിച്ചത്, കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു പടി കൂടി ഞാൻ വളർന്നോ? ഓർക്കുക, ഈ കാലം ഇങ്ങനെ പാഞ്ഞു പോകുന്നത് നമ്മളെ സങ്കടപ്പെടുത്താനല്ല, മറിച്ച് ഒരു വലിയ സത്യം ഓർമ്മിപ്പിക്കാനാണ്. നമുക്ക് കിട്ടിയ ഈ സമയം ലിമിറ്റഡ് ആണ് എന്ന സത്യം. അതുകൊണ്ട് തന്നെ അതിന് വലിയ വിലയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബർത്ത്ഡേക്ക് വലിയ ആഘോഷങ്ങളും വെടിക്കെട്ടുകളും ഉണ്ടെങ്കിലും ശരി, ഇനി ആകെപ്പാടെ വരുന്നത് ബാങ്കിൽ നിന്നുള്ള ആ മെസ്സേജുകൾ മാത്രമാണെങ്കിലും ശരി, ഒരു കാര്യം എപ്പോഴും ഓർത്ത് വയ്ക്കുക, നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിലെ ആ നോട്ടിഫിക്കേഷനുകളല്ല, നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ബർത്ത്ഡേ കേക്കുമല്ല, ആഘോഷങ്ങളുടെ വലിപ്പം നോക്കിയല്ല നിങ്ങളുടെ വില അളക്കേണ്ടത്. ഓരോ വർഷവും വെല്ലുവിളികളെ അതിജീവിച്ച് നിങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെന്ന വ്യക്തിയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതിന് ഒരു ദിവസം ആഘോഷത്തേക്കാൾ എത്രയോ വലിയ വിലയുണ്ട്. പിന്നെ പോകുന്നതിന് മുമ്പ് നമുക്കൊരു സ്പെഷ്യൽ കാര്യം ചെയ്താലോ? നിങ്ങളുടെ ബർത്ത്ഡേ ഡേറ്റും മാസവും മാത്രം, കൊല്ലം വേണ്ട, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ ഈ ഒരു കൊച്ചു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി. നാളെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ വന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് നിങ്ങൾക്ക് വിഷ് ചെയ്തേക്കാം. അവിടെ ഉള്ള ബാങ്കുകാരോ സിം കാർഡുകാരോ അയക്കുന്ന വെറും മെഷീൻ മെസ്സേജുകൾ ഉണ്ടാവില്ല. പകരം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹത്തോടെ ഓർക്കുന്ന ആ ഒരു ഫീൽ മാത്രമേ ഉണ്ടാവൂ. നമുക്കിവിടെ അങ്ങനെ ഒരു നല്ല തുടക്കം ഇട്ടാലോ? അപ്പോൾ മറക്കണ്ട, നിങ്ങളുടെ ആ സ്പെഷ്യൽ ഡേ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുമായി വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹാപ്പി.